1957 കേരളത്തിൽ നടന്ന ആദ്യ കലോത്സവം, അതായത് രാഷ്ട്രപതി ഭരണം നിലനിന്നിരുന്ന കാലത്താണ് ആദ്യ കലോത്സവം നടക്കുന്നത്. EMS മന്ത്രിസഭ 57 ഏപ്രിൽ 24 സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ഒരു 3 മാസം മുന്നെയാണ് ആദ്യ കലോത്സവം നടക്കുന്നത്. അന്നത്തെ DP ആയിരുന്ന ഡോക്ടർ CS വെങ്കടേശ്വരന്റെ തലയിൽ ഉദിച്ച ഒരു ആശയത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് 2 മാസം കൊണ്ട് ഒരു ഡിസ്ട്രിക്ട് സ്കൂൾ കലോത്സവം നടത്തി, ഡിസ്ട്രിക്ട് നടത്തി. അതിൽ നിന്ന് അടുത്ത മാസം ജനുവരി 24 ആകുമ്പോഴേക്കും ഒരു സ്റ്റേറ്റ് നടത്തി. പിന്നെ എറണാകുളം ഗേൾസ് സ്കൂളിൽ വെച്ചായിരുന്നു അത് നടത്തിയത്. പിന്നെ അന്ന് വളരെ ചുരുക്കം 400ഓളം കുട്ടികൾ മാത്രം പങ്കെടുത്ത ഒരു യുവജനോത്സവമായിരുന്നു അത്. അന്ന് ആകെ 10-18 ഐറ്റംസേ ആകെ ഉണ്ടായിരുന്നുള്ളൂ. രണ്ട് ദിവസമായി നടന്നു കലോത്സവത്തിൽ. അന്ന് ഏകാംഗ നൃത്തത്തിൽ ഫസ്റ്റ് നേടിയ ആളാണ് സുരേന്ദ്രനാഥ വർമ്മ സാറ്. പ്രശസ്തനായ നടൻ ജഗന്നാഥ് വർമ്മ സാറിന്റെ സഹോദരൻ കൂടിയാണ് അദ്ദേഹം. അന്ന് സാറ് പറഞ്ഞത് ഡീറ്റെയിൽസ് എല്ലാം സാറ് പറയും. ഏകാംഗ നൃത്തത്തിൽ വേറെ ക്ലാസിഫിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് ആൾക്കാർക്ക് കഥകളി കളിക്കാം, ഭരതനാട്യം കളിക്കാം, നാടോടി നൃത്തം കളിക്കാം, കഥക്ക് കളിക്കാം, അങ്ങനെ എന്തും കളിക്കാം. അതിൽ നിന്ന് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളെ എങ്ങനെ സെലക്ട് ചെയ്യും. അതേപോലെ ശാസ്ത്രീയ സംഗീതത്തിലും നെയ്യാറ്റിങ്കര മോഹനചന്ദ്രനായിരുന്നു അദ്ദേഹം. ഇന്നിപ്പം ഇല്ല. അദ്ദേഹത്തിന് ഫസ്റ്റ് കിട്ടിയപ്പോഴും വായ്പാട്ട് എന്നുള്ളൊരു പേരേ ഉള്ളൂ. വായ്പാട്ട്, ശാസ്ത്രീയ സംഗീതം പാടാം, ലളിത സംഗീതം പാടാം, എന്തും പാടാം. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യ കലോത്സവത്തിൽ വ്യക്തമായ ഒരു രൂപരേഖയില്ലാതെ 3 മാസം കൊണ്ട് പ്ലാൻ ചെയ്തെടുത്താണ് ആദ്യ കലോത്സവം നടത്തുന്നത്. പക്ഷേ ആ വർഷം ഉപകരണ സംഗീതത്തിന് 57 ചേർത്തല ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ നിന്ന് ശ്രീ AK രാമേന്ദ്രൻ നായർ സാറിനും ഫസ്റ്റ് കിട്ടുകയാണ് ഉണ്ടായത്. സാറിന് അതിനെക്കുറിച്ച് വളരെ രസകരമായ ഒരു സ്റ്റോറിയൊക്കെ പറയാനുണ്ട്. കാരണം അന്ന് അവിടെ പ്രധാന അധ്യാപകനായിരുന്നത് ശ്രീ ഗണേശ് അയ്യർ. ശരിക്കും യുവജനോത്സവത്തിന് ഒരു അടിസ്ഥാനം ഉണ്ടാക്കിയെടുക്കുന്നത്, അതിനൊരു പ്രൊഫഷണലിസം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് ഈ ഗണേശ് അയ്യർ. കാരണം ഒരു രൂപരേഖ ഇല്ലാതെ തുടങ്ങുന്ന ഒരു സ്ഥാനത്തിന് പുള്ളി അതിനൊരു ശരിക്കും പറയാൻ ഒരു ഫസ്റ്റ് മാനുവൽ പ്രിപ്പയർ ചെയ്യുന്നത് ഗണേശ് അയ്യർ സാറാണ്. അതിൽ എന്തൊക്കെ ഇനങ്ങൾ വേണം, അതിന് എത്ര ഓരോ ഐറ്റത്തിന് എത്ര സമയപരിധി നിശ്ചയിക്കണം, എന്തൊക്കെ മൂല്യനിർണ്ണയോപാധികൾ വേണം, ഇതെല്ലാം തീരുമാനിച്ചത് ഗണേശ് അയ്യർ സാറായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ഗുരുവായിരുന്നു അദ്ദേഹം. ശ്രീമാൻ AK ആന്റണിയും ഇവരുടെ അതേ ബാച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കലോത്സവത്തിന് 1957 കലോത്സവത്തിന് ശേഷം 58 ആയപ്പോഴേക്കും ജോസഫ് മുണ്ടശ്ശേരിയുടെ നേതൃത്വത്തിൽ അടുത്ത കലോത്സവം നടക്കുകയും അപ്പോഴേക്കും കുറച്ചുകൂടെ ഒന്ന് പ്രൊഫഷണലിസം വന്നു തുടങ്ങി. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ 68 CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രി ആയ കാലം മുതൽക്കാണ് ശരിക്കും പറയുകയാണെങ്കിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ കലോത്സവ വേദിയിലെ സ്ഥിരം കാഴ്ചകളാവാൻ തുടങ്ങുന്നത്. 68 തൃശ്ശൂർ നടന്ന യൂത്ത് ഫെസ്റ്റിവൽ വെച്ചിട്ട്. അവിടുന്ന് ഇങ്ങോട്ട് ഒരു 4 വർഷം അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പൊക്കെ വന്നു. ചില യുദ്ധങ്ങളൊക്കെ കാരണം, ഇന്ത്യ പാക് യുദ്ധങ്ങൾ കാരണം 4 വർഷം നടന്നില്ല. അതിൻ്റെ തുടർച്ചയുണ്ടായുള്ള ഒരു അടിയന്തരാവസ്ഥ കാരണം. അപ്പോൾ എന്നിട്ട് അതിനുശേഷം 74 DPA ആയിട്ട് ചുമതലയെടുത്ത ശ്രീ രാമേന്ദ്രൻ നായർ സാർ, പുള്ളിയാണ് ഇതിന് ഒരു വലിയ സംഭാവന ചെയ്ത ഒരാൾ. കാരണം ഇന്നും കേരളത്തിൽ പല കലാരൂപങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നന്ദി പറയേണ്ടത് രാമേന്ദ്രൻ നായർ സാറോടാണ്. കാരണം അന്ന് അദ്ദേഹം ആ കലാരൂപങ്ങളെ എല്ലാം ഈ കലോത്സവ വേദിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം കഠിനമായി ശ്രമിച്ചു. അതെല്ലാം കൊണ്ടുവരികയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കലാരൂപങ്ങളും മരണമടയാതെ പുതിയ തലമുറയിലേക്ക് ഇങ്ങനെ പകർന്നു കൊടുക്കാൻ ആ ഒരു തീരുമാനം കൊണ്ട് സാധിച്ചു. ബ്രീഫായി പറയുകയാണെങ്കിൽ അതിനുശേഷം TM ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന 83 to 87 പീരീഡിൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഒരു ഗ്ലാമർ പെട്ടെന്ന് തന്നെ ഈ ഈവൻസിന്റെ നമ്പേഴ്സിലും പങ്കാളിത്തത്തിലും എല്ലാത്തിലും പെട്ടെന്നൊരു ഇരട്ടിയായി. മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധ വളരെ കൂടി. ആദ്യത്തെ ഒരു 25 വർഷത്തെ പത്രങ്ങളൊക്കെ ഞാൻ ഒരുപാട് റെഫർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അപ്പോഴേക്കൊന്നും നമ്മളൊരു 3-4 പേജൊക്കെ തിരഞ്ഞ് വളരെ ചെറിയ സ്റ്റോറി ആയിട്ടൊക്കെയാണ് പത്രങ്ങളിൽ കാണാറ്. ചിലപ്പോൾ ഉത്സവം നടന്നതിന് പിറ്റേ ദിവസം പോലും പത്രത്തിൽ വാർത്ത ഉണ്ടാവണമെന്നില്ല. 4-5 ദിവസമൊക്കെ കഴിഞ്ഞാൽ ചെറിയൊരു വാർത്തയായിട്ട് കാണും. പക്ഷേ ഒരു സിൽവർ ജൂബിലി ആയപ്പോഴേക്കും 85 ആയപ്പോഴേക്കും ഇതിന്റെ ഒരു പൊലിമ വളരെ അങ്ങ് ഇതാവുകയും പിന്നെ TM ജേക്കബ് അതിന് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഞാൻ കാണുന്നുണ്ട്. പിന്നെ സ്വർണ്ണക്കപ്പ് വന്നു, കലാപ്രതിഭ തിലകങ്ങളൊക്കെ വന്നു 86-87. അതിനുശേഷം ഇങ്ങോട്ട് പിന്നെ ഇതൊരു ഏഷ്യയിലെ ഏറ്റവും വലിയ മേളയാവുന്നതും എനിക്ക് തോന്നുന്നത് ഏഷ്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക മേളകളിൽ ഒന്ന് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിന് വേണ്ടിയിട്ട് എനിക്കൊരു പുസ്തകം തയ്യാറാക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഒരേ ഒരു വിഷമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് അതിൻ്റെ കോപ്പീസ് മുഴുവൻ പ്രിന്റ് ചെയ്ത് എല്ലാവർക്കും അവൈലബിൾ ആക്കാൻ, ഈ യുവജനോത്സവ സമയത്ത് അവൈലബിൾ ആക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം 800 പേജുള്ള ഒരു വലിയ പുസ്തകമാണ്. ഓരോ വർഷത്തെ എല്ലാ വിജയികളുടെ പേര് വിവരങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വന്നപ്പോഴേക്കും അന്ന് ഡേറ്റ എൻട്രി ചെയ്ത പലരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം.
ഓരോ ദിവസവും നൂറുകണക്കിന് പേജുകളാണ് പലരും ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് പ്രൂഫ് റീഡിംഗ് ഒക്കെ ആക്യുറേറ്റ് ആക്കിയിട്ട് മാത്രമേ ഇറക്കുന്നുള്ളൂ. ഒരു 3 ആഴ്ച കൂടെ സമയമെടുക്കും. അത് കഴിഞ്ഞാൽ അപ്പോഴേക്കും യുവജനോത്സവം കഴിയുമെന്നറിയാം. പക്ഷേ വേറെ നിവൃത്തിയില്ലാതായിപ്പോയി. കാരണം തെറ്റുകൾ കുറേയുള്ള ഒരു പുസ്തകം ഇറക്കിയിട്ട് കാര്യമില്ലത്. അപ്പോൾ അടുത്ത വർഷം മുതൽക്കെങ്കിലും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകമായിട്ട് ഇത് മാറുമെന്ന് വിശ്വാസമുണ്ട്. പുസ്തകത്തിൽ വളരെ റെയറായിട്ടുള്ള ഫോട്ടോഗ്രാഫുകളുണ്ട്. ഓരോ സോനിയറുകളിൽ നിന്നും ഒക്കെ കളക്ട് ചെയ്തെടുത്ത വളരെ റെയറായിട്ടുള്ള ഫോട്ടോഗ്രാഫുകൾ, KS ചിത്രയൊക്കെ സ്റ്റേജിൽ ചെസ് നമ്പർ വെച്ച് നിന്ന് ചിരിച്ചുകൊണ്ട് പാടുന്ന ഫോട്ടോഗ്രാഫുകൾ, സുജാത പാടുന്ന ഫോട്ടോഗ്രാഫുകൾ, അങ്ങനെ വളരെ റെയറായിട്ടുള്ള ഫോട്ടോഗ്രാഫുകൾ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ്. പിന്നെ ഈ പുസ്തക പ്രകാശനം നടത്താനായിട്ട് ശ്രീ APM മുഹമ്മദ് അനീസ് സാറിനെ ഞാൻ കേരള കലോത്സവത്തിൻ്റെ 50 വർഷത്തെ ചരിത്രത്തിനും ഈ 50 വർഷത്തെ ചരിത്രത്തിന് തുടക്കം കുറിച്ച് 1957 എറണാകുളം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലെ ഒന്നാമത്തെ കലോത്സവത്തിലെ 2 ക്ലാസിക്കൽ ഇനങ്ങളിലെ ജേതാക്കളായ 2 പ്രതിഭാഗങ്ങൾ ശ്രീ സുരേന്ദ്രനാഥ് വർമ്മയ്ക്കും അതുപോലെ ശ്രീ AK രാമചന്ദ്രൻ നായർക്കും അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രകാശനം ചെയ്തു.